സാഹിത്യോത്സവ വേദികളെ വലിയ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മത്സര ഇനമാണ് മാപ്പിളപ്പാട്ട്. കേരളത്തിൽ രൂപപ്പെടുകയും പ്രചുര പ്രചാരം ലഭിക്കുകയും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മുതൽ പീർ മുഹമ്മദ് സാഹിബ് വരെ എഴുതപ്പെട്ട കാവ്യലോകം. ആസ്വാദനത്തിന്റെ തലങ്ങൾക്കപ്പുറം കർശനമായ നിയമങ്ങൾക്ക് വിധേയമാണ് സാഹിത്യോത്സവിലെ മാപ്പിളപ്പാട്ടുകളുടെ രചനകളും ആലാപനങ്ങളും. നമ്മോടൊപ്പം ചേരുന്നു മാപ്പിളപ്പാട്ട് ജഡ്ജി കൂടിയായ ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്തഫ മാഷ് മുക്കോട്. മാഷിൽ നിന്ന് ചോദിച്ചറിയാം. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഏതൊരു കലാരൂപമാണെങ്കിലും ആ കലാരൂപം ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലാരൂപമാണ്. അതിപ്പോഴും പുതിയ തലമുറ, ഏറ്റവും മോഡേണായ പുതിയ തലമുറ അത് പാടുമ്പോൾ അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വലിയ ആശയങ്ങളാണ്. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ നിയമങ്ങൾക്കോ അതിൻ്റെ ഭാഷകൾക്കോ ഒക്കെ അപ്പുറം അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ ഭാഷ, അതുപോലെ നമ്മുടെ ആസ്വാദനത്തിന്റെ തലം, ഇങ്ങനെ തുടങ്ങിയിട്ട് മാപ്പിളപ്പാട്ട് നമുക്ക് പുതിയ തലമുറ പോലും അത് പാടുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ അത് രൂപപ്പെട്ട് വന്നത് മുതൽ അതിങ്ങനെ ചലനാത്മകമായി ഓരോ തലമുറ കൈമാറി വരുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും എന്ന് പറഞ്ഞാൽ പുതിയ തലത്തിലേക്ക് അത് പ്രവേശിക്കുകയും അത് പുതിയ തലമുറയെ പോലും അത് ഉണർത്തുകയും ചെയ്യുന്നു. നമ്മുടെ സാഹിത്യോത്സവത്തിന്റെ വേദിയിലേക്ക് അത് വരുമ്പോൾ, സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ 60-ലേറെ ഇനങ്ങൾ ഒക്കെ ഒരു നാഷണൽ മത്സരത്തിൽ വരുമ്പോൾ ആ മത്സരത്തിന്റെ ഇടയിൽ മാപ്പിളപ്പാട്ട് തിളക്കമുറ്റതാവുന്നു എന്ന് പറയുമ്പോൾ ആ മാപ്പിളപ്പാട്ട് നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവ് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സാഹിത്യോത്സവത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് നേരത്തെ പരാമർശിക്കപ്പെട്ട പോലെ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളും മറ്റ് വലിയ വലിയ ആളുകളുടെ കൃതികളും എടുക്കുമ്പോൾ, അതുപോലെ പുതിയ കാലത്തെ ധാരാളം രചയിതാക്കളുണ്ട്. അവരുടെ രചനകളും കൂടെ പാടുമ്പോൾ ഈ പഴയതും പുതിയതും അത് സമ്മിശ്രമായി അവതരിപ്പിക്കുമ്പോൾ അത് പുതിയ തലമുറക്ക് കൈമാറുന്ന വലിയൊരു ആശയതലമുണ്ട്. അത് സാഹിത്യോത്സവത്തിലൂടെ പ്രകാശിതമാകുന്നു, നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് സാഹിത്യോത്സവത്തിന്റെ ഓരോ വേദികളിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും.